കുളങ്ങരയിടത്തുകാവിലേക്ക് നാം കയറുന്നത് ഈ കുളക്കരയിലൂടെയാണ്. ചെങ്കൽപ്പാളികൾ ചെത്തിമിനുക്കി പടുത്തെടുത്ത ഈ മനോഹര നീലജലാശയം കടുത്ത വേനലിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിരേകുന്നു. തിറയാട്ടക്കാവുകൾ ഏറെയുണ്ടെങ്കിലും നായരുവെള്ളാട്ടും കലശം കെട്ടും അരങ്ങേറുന്ന കാവുകൾ വളരെ വിരളമാണ്. തിറയാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കലശം കെട്ട് അവതരിപ്പിക്കുന്നത് ഭിന്നകുലത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിവിധ ജാതി വിഭാഗങ്ങളുടെ കൂട്ടായ്മ ഈ ഉത്സവ സംഘാടനത്തിലും കാണാൻ കഴിയുന്നു. കലശം കെട്ടിന് തുടിയും നായരുവെള്ളാട്ടിന് ചെണ്ടയും ഇലത്താളവുമാണ് പക്കമേളം ഒരുക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കുരുവട്ടൂർ പഞ്ചായത്തിലെ പയമ്പ്രയിലെ കുളങ്ങരയിടത്തുകാവിലേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ ഈ തിറയുത്സവം കാണുന്നതിന് വേണ്ടി വന്നെത്തുകയുണ്ടായി. ആയോധന കലകളിൽ അഗ്രഗണ്യനായ നായർ പടയാളിയുടെ കഴിവുകൾ ഓരോന്നും ഭക്തർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് നായർ വെള്ളാട്ടിൻ്റെ പ്രത്യേകത. തൊഴുത് കുമ്പിട്ട് പുറപ്പാട് ആരംഭിക്കുമ്പോൾ കൈകളിൽ കുന്തവുമായാണ് പകർന്നാട്ടക്കാർ കാവിൻ്റെ തിരുമുറ്റത്തെത്തുന്നത്. പിന്നെ ചെണ്ടയുടെ താളത്തിനൊത്ത് ചടുല താളത്തിൽ കൈകളിൽ കുന്തവുമായി ചുവടുവയ്ക്കും. പതികാലത്തിൽ തുടങ്ങി ആസുരഭാവം പൂണ്ട് ചെണ്ടയിൽ നോക്കുതാളം മുറുകിയാൽ പടയിൽ പയറ്റിത്തെളിഞ്ഞ പടനായകനായി ദൈവിക പരിവേഷം ലഭിച്ച നായകൻ്റെ പുറപ്പാടാണ്. തലയിൽ തൊപ്പിയും മുഖത്ത് തത്തക്കുറിയും നെഞ്ചിൽ കൂമ്പാളയും അരയിൽ അരയടയും ഏലസും പടിയുറുക്കും ഇരു കൈകളിലും കൈപ്പടവും കാലിൽ ചിലമ്പുമണിഞ്ഞാണ് പടനായകനായ നായരുടെ വെള്ളാട്ട്. അപൂർവം നായർ തറവാടുകളിലെ കാവുകളിലാണ് ഈ പടവീരന്മാരുടെ വെള്ളാട്ടും തിറയും അരങ്ങേറുന്നത്. പണ്ടുകാലത്തെ പടനായകന്മാരുടെ ആയോധന കലകളാണ് വെള്ളാട്ടിലൂടെ ചിത്രീകരിക്കുന്നതെന്ന് പറയാം. സന്ധ്യാസമയത്തെ ഇളങ്കാറ്റിൽ കാവിൻ്റെ മുറ്റത്ത് എരിഞ്ഞു കത്തുന്ന തീക്കനലിൽ നായർ പടയാളികളുടെ ദൈവിക പരിവേഷ കോലധാരികൾ തീക്ഷ്ണഭാവത്തോടെ കനലാട്ടം നടത്തും. ചെണ്ടയുടെ താളം ഉച്ചസ്ഥായിയിൽ എത്തുന്നതോടെ രൗദ്രഭാവം പൂണ്ട നായർ പടവീരന്മാരുടെ മുടിയഴിക്കും. കാവും കെട്ടിയാട്ടവും ഉള്ളിടത്തോളം കാലം മൺമറഞ്ഞ വീരനായകന്മാരുടെ വീരചരിതവുമായി തിറയും വെള്ളാട്ടും നിറഞ്ഞാടും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.